ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ നെല്ലിക്ക കൊണ്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ നെല്ലിക്ക ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ കുരു കളയണമെന്നില്ല, ഞാനിപ്പോൾ ഇവിടെ കുരുവോടുകൾ തന്നെയാണ് എടുത്തത്. ഈ ഒരു വലിപ്പത്തിൽ നമ്മളിത് അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് വെളുത്തുള്ളി ഇഞ്ചിയുമാണ്. നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കാന്താരിയും ഒരു 1-2 പച്ചമുളകുമാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവാപ്പൊടി. ഉലുവ പൊടിയായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് കായപ്പൊടിയാണ്. കായംപൊടി നമുക്ക് സാധാരണ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് കടുക് വേണം. ഇനി നമ്മുടെ ചട്ടി ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത് നീളത്തിൽ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ വെളുത്തുള്ളി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അടുക്കി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമുക്ക് നേരത്തെ എടുത്തു വച്ചിരുന്ന കാന്താരിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കായംപൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, കാരണം ഇത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി നമുക്ക് ആ ബാക്കി അരിഞ്ഞു വെച്ചിരുന്ന നെല്ലിക്കയും കൂടെ ചേർത്ത് അത് തിളയ്ക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൽ കിടന്ന് തന്നെ ആ നെല്ലിക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ നെല്ലിക്കയെല്ലാം നന്നായിട്ട് അതിൽ കിടന്ന് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ആ തിളച്ച് വരുന്നത് കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുക്കുന്നവരെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ അച്ചാർ ഇപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ചൂടെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേനും അത് തന്നെ ഇരുന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല പാകപരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളെല്ലാവരും ഈ അച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ സാധാരണ ചെയ്യുന്നതിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.